എല്ലാത്തിനും എന്നെ പറഞ്ഞാ മതിയല്ല. സ്വന്തം അച്ഛനും അമ്മേനെ ഉപേക്ഷിച്ചിട്ട് വന്ന് ഇയാളുടെ കൂടെ വന്ന എനിക്ക് ഇത് തന്നെ കിട്ടില്ല. കണ്ട പോണു. പാത്രമൊക്കെ കൈവിട്ട് പോവാണല്ലോ ദൈവമേ. അന്നേ അച്ഛനും അമ്മയും പറയണത് ഞാൻ കേട്ടാ മതിയായിരുന്നു. അതെങ്ങനെയാ? അപ്പൊ ഇയാളോട് എനിക്ക് പ്രേമം മൂത്തില്ലേ? ഇയാൾ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലായി ഞാൻ പറയണ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങേര് കേക്ക. നീ പറഞ്ഞു തുടങ്ങിയപ്പോ മുതല് ഞാൻ കേട്ടോണ്ടിരിക്കുക. ഓ, ഈ പാത്രോട്ട് ഇവിടെ നിന്ന് കുത്താനായിട്ട് എന്ത് സംഭവം ഇവിടെ ഉണ്ടായി? ഇന്നലെ നിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഇച്ചിരി താമസിച്ചു വന്നു. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ അപരാധം? അതെ, അത് തന്നെ അപരാധം. അവള് ബർത്ത്ഡേക്ക് ക്ഷണിച്ചതിന്റെ അന്ന് മുതൽ കൊണ്ട് ഞാനും നിങ്ങൾക്ക് കൂടാനുള്ള കോമ്പോ ഡ്രസ് ഞാൻ തേച്ചു വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് ഇവിടെ കോമ്പോ ഡ്രസ് തേച്ചാൽ മതിയല്ലോ. കമ്പനിയിൽ പിടിപ്പതി ജോലിയുള്ളൂ. അത് വല്ലതും നിനക്കറിയാമോ? ഓ, നിങ്ങൾ മാത്രമാണല്ലോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്റെ ഞാൻ എന്നാണോ ഈ നരകത്തിലേക്ക് എന്നെ കെട്ടിയെടുത്തത്? നരകോ? അതേടി, ഇത് നരകാടി. നീ വന്ന് കേരളന്റെ തലേ ദിവസം വരെ ഇത് സ്വർഗമായിരുന്നു. ഓ, അപ്പൊ ഞാൻ വന്ന് കേറിയതിന് ശേഷം ഇത് നരകായി. നിനക്കറിയാലോ, എന്റെ ഒരു അമ്മാവന്റെ മോള് ഇട്ടുകൂടാൻ പാകത്തൊരു സ്വത്ത്. എന്നിട്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവളെ ഉപേക്ഷിച്ചിട്ടാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അമ്മാവൻ എന്നിട്ട് എന്നോടുള്ള ദേഷ്യം കാരണം എന്റെ ശത്രുവിനെ കൊണ്ട് അവളെ കെട്ടിച്ചു. അവരിപ്പോ എവിടെ താമസിക്കണമെന്ന് അറിയാമോ? ദുബായിലെ ബുർജ് ഖലീഫയില്. അതൊരു ഭാഗ്യം, അല്ലാതെ എന്തുവാ? അവള് രക്ഷപ്പെട്ട് മാറങ്ങോട്ട്. നീ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തനെ നിന്റെ സ്വഭാവം ഉണ്ടല്ലോ. ഇവിടെ വരാൻ നീ വരാൻ പറഞ്ഞല്ലേ? ആരെങ്ങനെ മെസ്സേജ് ചെയ്യുന്നു? അയ്യോ അമ്മ. മോളെ, അമ്മയാ. നിനക്ക് സുഖല്ലേ? പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അച്ഛന്റെ പണക്കൊക്കെ മാറി. അയ്യോ, ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. മോളെയും കാണാനായിട്ട് വൈകിട്ട് വരുന്നുണ്ട്. ഓക്കെ, അവളോട് പറഞ്ഞേക്ക്. ബാക്കി അവൾ സംസാരിക്കാൻ. ചേട്ടാ. എവിടെ പോവാന്ന്? വീട്ടിലേക്ക്. വീട്ടിലേക്കോ? നമ്മൾ ഇന്ന് ഇവിടെ വരാന്ന് പറഞ്ഞേക്കല്ലേ? എന്നിട്ടാണെങ്കിൽ ഗേറ്റ് പൂട്ടിട്ടാണ്. അതിപ്പോ തുറന്നാ പോരെ? ഒരു വീടാകുമ്പോ ഗേറ്റ് തുറന്നിട്ടിരിക്കാൻ പറ്റുമോ? മാറ്, ഞാൻ തുറക്കാം. വാ ഇങ്ങോട്ട്. അമ്മേ. മോളെ, അമ്മേ, നിനക്ക് സുഖല്ലേടി? എത്ര നാളായി അമ്മയെ കണ്ടിട്ട്. അമ്മയ്ക്ക് സുഖാണോ? എന്റെ മോള് ക്ഷീണിച്ചു പോയതാ. മോനെ, നിനക്ക് സുഖല്ലേ? ചേട്ടാ, അമ്മ, അമ്മേ, അച്ഛൻ. അതൊന്നും സാരമില്ല മോനെ. അച്ഛനൊന്ന് വിളിക്കേ. അച്ഛന് പ്രത്യേക ടൈപ്പാ. നീ ഒന്ന് വിളിക്കേ. ഞാനൊരു പ്രത്യേക ടൈപ്പാ, എനിക്കറിയാം. ചേട്ടാ, ഒന്ന് വിളിക്കേ. ചേട്ടൻ വിളിച്ച അച്ഛൻ വരും. വിളിക്കേ. അമ്മേ. അമ്മേ, പിന്നെ അവിടെ നിൽക്കാൻ അച്ഛാ, അത് കഴിഞ്ഞ ആഴ്ചത്തെ പത്ര. ചേട്ടൻ ഉണക്കമീൻ പൊതിഞ്ഞോണ്ട് വന്നതാ. കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷത്തിന് ഓഫീസിൽ നിന്ന് കിട്ടിയ ട്രോഫിയാ. തവളച്ചാട്ടത്തിന്. ആ തല പറിച്ച് കൈ പിടിച്ചങ്ങനെ കണ്ടോ? അത് സുന്ദരിക്ക് പൊട്ടുകുത്തല്. ആരോട് പറയാൻ? അത് ഞങ്ങളുടെ ബെഡ്റൂമാ.
ആലും കൊണ്ട് ടാറ്റ തരുവാണല്ലോ. പോയേക്കാം. അമ്മ അച്ഛന് ചേട്ടനെ ഇഷ്ടായെന്നാ തോന്നണേ. അങ്ങനെയൊന്നും വീഴുന്ന കൂട്ടത്തിലല്ല നിന്റെ അച്ഛൻ. പിന്നെ ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, അവനെങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ ഓവർ ഫുഡൊന്നുമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം, പക്ഷെ വൈകിട്ട് ഒരു 3-4 ചപ്പാത്തി അതൊക്കെ ഉള്ളൂ. അതല്ലടി, അവൻ വല്ല മദ്യപിക്കുന്ന കൂട്ടത്തിലാണോ? ചേട്ടൻ കുടിക്കൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിന് സമ്മതിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞ നീ മണ്ടിയാണെന്ന്. എടി, ആണുങ്ങളായ അല്പം സ്വല്പമൊക്കെ മദ്യപിക്കണം. ഒരു ദുശീലും ഇല്ലാത്ത ചേട്ടനെ മദ്യപാനിയാക്കാനാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? നീ മദ്യപിക്കാത്ത ആളുകളുടെ മനസ്സെടുത്ത് നോക്കിയേ, അവരുടെ മനസ്സ് മൊത്തം കള്ളായിരിക്കും. നീ ഒന്ന് കുടിക്കുന്ന ആണുങ്ങളുടെ മനസ്സെടുത്ത് നോക്കിക്കേ, ഒന്നും ഉണ്ടാവില്ല. അത് ശരി അമ്മ പറഞ്ഞത്. എടി, നിന്റെ അച്ഛൻ എന്തുകൊണ്ടാ എന്റെ വലുതിക്ക് കേൾക്കണേ? ഇതൊക്കെ കൊണ്ടാ. അതുകൊണ്ട് മോള് അവനെ കൊണ്ടിന്ന് ഒരു കുപ്പി മദ്യം വാങ്ങിപ്പിക്കേ. അച്ഛനും മോനും കൂടി കഴിക്കട്ടെ. ഇന്ന് രാത്രി ഉറപ്പായിട്ടും അവൻ മനസ്സ് തുറക്കും. പിന്നെ നീ ഇച്ചിരി വഴക്കൊക്കെ ഇട്ട് അങ്ങോട്ട് മാറി അഭിനയിച്ചാ മതിയെന്നേ. അല്ല, എന്നിട്ട് പിന്നെ മനസ്സ് തുറന്നില്ലെങ്കിലോ? അതൊക്കെ തുറക്കും. വെറും മണ്ടന്മാരാണ് ഇവന്മാരൊക്കെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. അച്ഛനെ ഈ ചെറുതായിട്ട് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടേ. അപ്പൊ എവിടുന്നെങ്കിലും ഒരു കുപ്പി സംഘടിപ്പിക്കാൻ പറ്റും? ഞാനോ? ഞാൻ വെള്ളം അടിക്കില്ലെന്ന് നിനക്കറിയാൻ പാടില്ലേ? ചേട്ടന്റെ കൂട്ടുകാരന്മാര് വെള്ളം അടിക്കണവര് കാണൂലേ, അവരുടെ കയ്യിൽ ഒരു കുപ്പിയെങ്കിലും കാണും. എടി, അതല്ല നീ ഈ അച്ഛൻ വെള്ളം അടിച്ചു കഴിയുമ്പോ എന്നെ ഇനി പഴയ വൈരാഗ്യം വെച്ച് തല്ലും എന്തെങ്കിലും ചെയ്യും? ഓ ദൈവമേ, വെള്ളടിച്ച ഇതുപോലൊരു പാവ ഈ ലോകത്തില്ല. ഒരു പരദൂഷണോ കുറ്റോ ഒരു ഇച്ചിപ്പോന്നൊരു വാക്ക് എന്റെ അച്ഛൻ പറയില്ല. എന്തേലും കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ മുക്കിൽ ചുരുണ്ടുകൂടി കടന്നോളും. ഈ മത്തി മേടിച്ചു കൊടുത്താൽ അച്ഛന് വലിയ സന്തോഷാവൂല്ലേ? പിന്നല്ലേ, നാളെ നമുക്ക് എന്നല്ലേ ഗുണം. അച്ഛൻ എന്തായാലും വന്നല്ലേ, ഒന്ന് സന്തോഷിപ്പിച്ച് വിടാ. കുഴപ്പമില്ല, കൂട്ടുകാരന്മാരെ എനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാൻ നോക്കാം. മതി, ചോദിക്കേട്ടാ. ഹാപ്പി ആവൂലേ? വേഗം വരണം കേട്ടാ. ഇനി എങ്ങനെ മുന്നോട്ടുള്ള പോക്ക്? അല്ല, ഇത് വാടക വീടാണല്ലോ. ഞാൻ ആ പാലത്തിൻ്റെ അപ്പുറം ഒരു 5 സെന്റ് സ്ഥലം കണ്ടിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറണം. നീ പുതിയ വീട് വെക്കുക, കരങ്ങിരിക്കാതൊക്കെ, അതൊക്കെ നിന്റെ ഇഷ്ടം. ഇതെങ്ങനെ മുന്നോട്ടുള്ള പോക്ക്? അയ്യോ, ഇതാണോ ക്ലാസ് വേണ്ടേ? ടെച്ചിസ് വേണ്ടേ? ട്രൈ അടിക്കാൻ പറ്റും. ഞാനിപ്പോ എടുക്കാച്ചാ. വന്നു. വെള്ളം, ടച്ചിങ്സ്, 2 ഗ്ലാസ്. ഇതിന് 2 ഗ്ലാസ്? അല്ല, അച്ഛനും ചേട്ടനും കൂടെ. അയ്യോ, ഞാൻ അടിക്കില്ല. അപ്പൊ എന്നെ കളിയാക്കാൻ വിളിച്ചു വരുത്തേക്കാണല്ലേ? ചേട്ടാ, അച്ഛൻ പറഞ്ഞതല്ലേ, അടിച്ചോ. കലാപോലെ നിൽക്കുന്നേ. ആദ്യത്തോളൂ, നീ അയച്ചോളണം. ഞാൻ നേരത്തെ
നീ ചെയ്തു കൊലച്ചതിയാടാ, കൊലച്ചതി. അച്ഛാ അത് ഈ അപ്പോഴത്തെ സാഹചര്യത്തിലേ എനിക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരേണ്ടി വന്നു. ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ചതിപ്പെടില്ലായിരുന്നു. അല്ല അച്ഛൻ, എനിക്ക് അന്നേരമൊക്കെ അച്ഛനെ കാണുന്നത് എനിക്ക് പേടിയാതുകൊണ്ടാണ്. നീ ശരിക്കും ചതിപ്പെട്ടു. എടാ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഇതിനേക്കാളും നല്ല കിടിലം പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചാൽ ഉഗ്രം പെങ്കൊച്ചിനാ. അച്ഛാ സത്യം, കൊടും വിഷമാണ്, കൊടും വിഷം. അല്ല, അച്ഛൻ്റെ രണ്ടാം കെട്ടിലെ ഭാര്യയുടെ മോളാണ് പുള്ളിക്കാരി. രണ്ട് രക്തത്തിൽ പറഞ്ഞ സ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയണത്. അരിപ്പോത്തിന്റെ വെളിച്ചില് അവളുടെ തള്ളയുടെ അതേ സ്വഭാവം വെക്കും. അവളുടെ തള്ളാരെന്നറിയാമോ? ആരാ? അതൊക്കെ പോട്ടെ. നീ ഇവിടെ കല്യാണം കഴിച്ച ശേഷം നീ മനസ്സിനകത്തോടെ ഒരു ദിവസം നീ ഉറങ്ങിയിട്ടുണ്ടോ? ഇവിടെ കിടന്നിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അനുഭവത്തിന്റെ വിളിച്ചാ പറഞ്ഞവൻ, അനുഭവത്തിന്റെ വിളിച്ചിട്ട് പോട്ടെ. ഇവിടുത്തെ പണിയൊക്കെ എടുക്കണത് ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. ഭൂരിഭാഗം അത് ഞാനാ. ഞാൻ വീട്ടില് പുൽഭാവോ പേടിപ്പിക്കാൻ പറഞ്ഞല്ല. അവളുടെ ചരിത്രം നിനക്ക് കേൾക്കണോ? ചരിത്രമുണ്ടോ? നിനക്കറിയോ, മിനിയാവുന്ന ഒന്നും രണ്ടും പറഞ്ഞ് ബഹളം ഉണ്ടായി. അവളെന്താ ചെയ്യുന്നറിയാമോ? മുളക് അരിച്ച് കണ്ണി തേച്ചെന്റെ. മുളക് അരിച്ച് കണ്ണി തേച്ചോ? കരയല്ലേ അച്ഛാ? എന്താ അച്ഛാ? തന്നെ ഹെലിപ്പാടോ? ചരവ് കൂത്തിയതാ, ചരവ് കൂത്തിയതാ. അത് ശരി. ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ വരില്ലാന്ന് പറഞ്ഞു. ചരവ് കൂത്തിട്ട് കറങ്ങി. നിനക്കും ചരവ് കൂത്തിട്ടു. ചെലവിന് കൊടുക്കണ എന്നെ ചെലവയ്ക്ക് കുത്തുന്നോ? ചെലവിന് കൊടുത്താലും നിനക്ക് ചെലവ് കൂത്ത് ഉറപ്പാ. അവളുടെ മോളാ, അവളുടെ മോളാ. കൂട്ടും വിഷം അനുഭവിക്കല്ലേ, അനുഭവിക്കല്ലേ. ഞാൻ ഈ പറഞ്ഞത് ഒരു കരുതലിന് വേണ്ടി പറഞ്ഞാണ്. എടുത്ത് അടിയൊന്നും പെരുമാറുന്നില്ല, മനസ്സിൽ വെച്ചായി. മനസ്സിൽ അച്ഛൻ വെച്ചാൽ മതി, ഞാൻ മനസ്സിൽ വെക്കൂല. എനിക്ക് മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കും. ഞാൻ പറഞ്ഞു അച്ഛനും അമ്മേനെ പേടിച്ചോ, പക്ഷെ ഞാൻ എന്റെ ഭാര്യനെ പേടിക്കില്ല. ഞാൻ ആരാന്ന് ഇന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുക്കും. ഇന്ന് അച്ഛനാന്റെ പറയരുത്. ഇന്ന് ഈ വീട്ടിൽ ഞാനാണോ വലുത് അവളാണോ വലുതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ആരാ അത്? ഞാനാണോ? എടീ, നിങ്ങളുടെ മോളുടെ പേരാണോ പറഞ്ഞേ? ശാലിനി. എടീ ശാലിനി, റാടി, നീ എന്നെ ചെലവയ്ക്ക് കുത്തുമല്ലേ? എടി തള്ളെ മിണ്ടരുത്, നിങ്ങൾക്കിട്ടും കിട്ടും. അത് വേണ്ട, അതിന്റെ ബാക്കി എനിക്ക് കിട്ടും. അച്ഛനെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. ഞാനുണ്ട് അച്ഛൻ്റെ കൂടെ. അതേടി, നീ കുപ്പി തുറപ്പിച്ചുകൊണ്ടാണ് ഈ പാപത്തിന്റെ മനസ്സ് തുറന്നിട്ട് ഇതെല്ലാം എനിക്കറിയാൻ പറ്റിയത്. നീ 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 ചെലവയ്ക്ക് കുത്തുമല്ലേ തള്ളെ? ചെലവയ്ക്ക് കുത്തല്ലേ? ഇവന് കള്ളാനും കള്ളുമൂത്ത് മീൻചട്ടിയുടെ സൈഡിലുള്ള വരപ്പിന്റെ മുളക് ഈ പാവത്തിന്റെ കണ്ണിൽ പറ്റിയാണോ നിങ്ങള്? പറ്റോ? താനോടോ ഇപ്പൊ അവിടെ കിടന്നിട്ട് തന്റെ കണ്ണിൽ മുളക് വരട്ടി തന്റെ ഇവിടെ അച്ചു കുത്തിന്നൊക്കെ? എനിക്ക് പറ്റോ? എനിക്കാണോ ഈ ഭ്രാന്ത്? നീ നീലടി കള്ളുപിടിക്കാൻ പറഞ്ഞേ, നീലടി സാധനം മേടിക്കാൻ പറഞ്ഞേ, നീലടി ഇയാൾക്ക് ഒളിച്ചു കൊടുക്കാൻ പറഞ്ഞേ, എന്നിട്ട് കമ്പനി ആക്കാൻ പറഞ്ഞേ. ഞാൻ ഒന്ന് പറഞ്ഞു പറ. തിരിഞ്ഞിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനസ്സ് തുറക്കണ്ട മതി. അച്ഛൻ എന്റെ കൂടെ നിൽക്ക്.
ഇവരെ രണ്ടുപേരെ ഇനി ഈ വീട്ടിൽ ഇനി കണ്ടുപോകരുത്. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. എടി ഞാനാ പറഞ്ഞേ ഇറങ്ങിക്കോളാൻ പറഞ്ഞേ. എന്റെ ജീവിതം തുറച്ചപ്പോ എനിക്ക് സമാധാനമായില്ല. എന്താ പതിവില്ലാതെ ചായയൊക്കെ? എന്താ ഒരു ചായ പതിവില്ലേ? അച്ഛനോ? അല്ല ഇതൊക്കെ അവിടെ ഇല്ലേ? ഇന്നലെ പോയില്ലേ? പോയോ? എടാ നീ ഇന്നലെ അവളുടെ അമ്മയെ അടിച്ച് പുറത്താക്കിയാ. അവരവരെ വഴിക്ക് പോയി. ഇനിയുള്ള കാലം നിന്റെ കാര്യങ്ങൾ നോക്കി നീ ഇവിടെ തന്നെയാണ്. പറ ഞാൻ അവിടെ ഇന്നലെ കഴിക്കാനുണ്ട് കള്ളക്കൊടുക്ക. തലവേദനയായില്ലോ. തലവേദന എനിക്കുണ്ട്. ഇന്നത്തെ ഹാങ്ങോറാ. ഒരു കാര്യം തരാം, നമുക്ക് ഒരു അര വാങ്ങിച്ചിട്ടുണ്ടാക്കിയാലോ? സൗദേ